ഗായ്സ്, എല്ലാവർക്കും CNCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പറ്റീസ് ആണ്. വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എഗ് പറ്റീസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് സോസ്, പച്ച മുളക് അരച്ചത്, ഉപ്പ്, ഗരം മസാല, കോഴിമുട്ട, കുരുമുളക് പൊടി. പാന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായെന്ന് കണ്ടാൽ ഒന്നും നോക്കാതെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതൊന്ന് പേരിന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചുരണ്ടി വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നുകൂടി സ്വാദ് കൂട്ടാനും കളർഫുൾ ആക്കാനും നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ട് ഇതിലിടാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് സോസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ച പച്ചമുളക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാട്ടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചിട്ടിടണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മിക്സ്ചർ ഉണ്ടല്ലോ, അത് നേരെ ഈ കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി വെക്കും. ഇതിലേക്ക് ഓരോ സ്പൂണ് വീതം ഈ കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കണം. സമയമൊന്നും വെക്കണ്ട, കുറച്ച് സമയം വെച്ചാൽ മതിയേ. എന്നിട്ട് ഇത് സെറ്റായി എന്ന് ഉറപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ശേഷം നല്ല
അടിപൊളി പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇത് മാറ്റി വെക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ വീഡിയോകളുമായിട്ട് CNC വീണ്ടും വരുന്നതാണ്.